ഇപ്പൊ ആളില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ആന്റി ഇനി അറിയട്ടെ നന്ദനെ, ഇവളോട് സ്നേഹം പൊട്ടി ഒഴുകിയിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നേ. എനിക്കും ഉണ്ട് ഈ പ്രായത്തോടടുക്കുന്ന ഒരു മോള്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. എന്തൊക്കെ ദ്രോഹങ്ങളാ ചെയ്ത് കൂട്ടിയത്. അതിന്റെയൊക്കെ ശാപം കൊണ്ടാ ദാ അവിടെ കത്തി അമരുന്നത്. ആന്റി ഇടി, എനിക്ക് പറയാനുള്ളത് നിന്നോടല്ല, കല്യാണിയോടാ. ഒരടിമയെ പോലെ ജീവിതകാലം മുഴുവൻ കൂടെ നിന്ന ദാസേട്ടനെ കൊന്നതേ പോട്ടെ, ഇവളുടെ ഉദരത്തിൽ വളർന്ന പാവം പിഞ്ചു ജീവനെ കൊന്നടുക്കിയത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? കുടുംബത്തിൽ ചാപിള്ള പിറന്ന സർവനാശം എന്നാ ചൊല്ല്. അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? സത്യം. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അഖിലേച്ചിയും ശിവരാമേട്ടനും കൂടി ഇല്ലാതാക്കിയെന്ന്. ഡോക്ടറെ സ്വാധീനിച്ച് നിന്റെ ഉദരത്തിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഗുളിക ശിവരാമേട്ടനെ കൊണ്ട് നിന്നെ കഴിപ്പിച്ചാണ് അഖിലേച്ചി അത് ചെയ്തത്. എന്താ ആന്റി, ശിവരാമേട്ടൻ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇത് ചെയ്തത്. നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ. നിന്റെ ഉദരത്തിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുണ്ടല്ലോ. ഒരിക്കലും പിറക്കാത്ത കുഞ്ഞിനെ ചൊല്ലി നാളുകൾ നോക്കി കാത്തിരിക്കുന്ന കല്യാണിയുടെ സങ്കടത്തിന്റെ ആഴം നിനക്കറിയില്ലല്ലോ. എന്ത് വെറുതെ? എന്താ ഈ കാര്യം നീ അറിഞ്ഞതല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ ഈ കാര്യം നിന്റെ ഭർത്താവ് വഴി അന്നേ നീയും അറിഞ്ഞതല്ലേ? നിനക്ക് ഇവളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനു കൂടി പട്ടുതൂവാല തുന്നിക്കൊണ്ടുവന്ന നിമിഷത്തെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു ഈ പാവത്തിനോട്. ഓ, അതെങ്ങനെ? സ്വന്തം ഭർത്താവ് പോലും മറച്ചു വെച്ചില്ലേ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്നെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. ശരിയാണോ ഞാൻ ഈ കേട്ടത്? അതെ, ഞാൻ പറഞ്ഞതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പുതിയ തലമുറ രാജരക്തത്തിൽ പിറക്കാത്തതുകൊണ്ട് അഖില കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം. കൃത്യം നിർവഹിച്ചത് ശിവരാമകൃഷ്ണൻ. വിശ്വസിച്ചേ പറ്റൂ. എടി, നീ നന്ദനയോട് എത്ര എടുത്തു ചോദിച്ചാലും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ മുകളിൽ കൈ വെച്ചോണ്ട് പറയട്ടെ, നീ കേട്ടതെല്ലാം കള്ളമാണെന്ന്. അവക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന്. അതിനി അവൾക്ക് ആകുമെങ്കിൽ പറയട്ടെ. എങ്കി ദേ ഈ നിമിഷം നിനക്ക് എന്നെ കൊല്ലാം. എന്റെ കുഞ്ഞിനെ കൊന്നു എല്ലാരും കൂടി. എന്റെ കുഞ്ഞിനെ കൊന്നു. സത്യം പറ, അത് കല്യാണി?
എടി, ബ്രോയ്ക്ക് കല്യാണി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എല്ലാം മറന്ന് എന്റെ അമ്മയെ പോലും മറന്ന് കൂടെ നിന്ന് നടത്തി കൊടുത്തവനല്ലേ ഞാൻ. എന്നിട്ട് ആ കല്യാണി തന്നെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അമ്മ അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? മണൽപ്പരപ്പിൽ എത്രയൊക്കെ ആഴത്തിൽ ചവിട്ടിയാലും മറ്റൊരു തിര വരും വരെ മാത്രം ആയുസുള്ള കാൽപ്പാടുകളാണ് നമ്മള്. പുതിയ തിരയിൽ അത് എന്നേക്കുമായി മാഞ്ഞു പോവും. അതുപോലെ ചില നഷ്ടങ്ങളെ വിധിയെന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും നമുക്ക്. വിധി, ദാസേട്ടന്റെ ദുർമരണം, തൃച്ചംബരത്തെ ചാപിള്ളയുടെ മരണം, ഇതിന്റെയൊക്കെ ശാപ അനുഭവിക്കുന്ന തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാം വരാൻ പോകുന്നെന്ന് ആർക്കറിയാം. എന്താ അരവിന്ദത്, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന്. നേരിടുക, സഹിക്കുക, ക്ഷമിക്കുക. നമുക്കതേ ചെയ്യാൻ പറ്റും. നന്ദന, വലിച്ചോരുരുട്ടി വെച്ച് ഈ കൈകൊട്ടി വിളിച്ചാലൊന്നും പെലിക്കാക്കൾ വരില്ല. പാപത്തിന്റെ അന്നം രുചിക്കാൻ വേലിക്കാക്കകൾ വരെ മടിക്കും. ശാന്തി കിട്ടാതെ അലയും എന്റെ അമ്മയുടെ ആത്മാവ്. സ്നേഹിക്കാൻ അറിയാം, പക്ഷെ അമ്മയ്ക്ക് സ്നേഹം അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. അരവിന്ദ്, എന്റെ ഈ കൈകള് കൂട്ടി വിളിച്ച ഏത് ബലിക്കാക്കിയും വരും. കാരണം നിന്റെ കയ്യിൽ കറകളില്ല, നിന്റെ മനസ്സിൽ കളങ്കമില്ല. കല്യാണിയും ആനന്ദും ആന്റിക്കെതിരെ നിന്നപ്പോ ആന്റിയെ രക്ഷിക്കാൻ അവരുടെ കാല് പിടിച്ചവനാ നീ. അങ്ങനെയുള്ള നിന്റെ മനസ്സ് ആന്റിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനൊരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനാണോ അമ്മ ഈ പാരമ്പര്യവും പ്രൗഢിയൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചത്? തൃച്ചംബരത്താക്കില്ലാണ്ട് ഈശ്വര ആത്മഹത്യ ചെയ്യോ? അതോ ഇനി ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കഥകളുണ്ടാവോ? അതല്ല, ബിസിനസ്സിലും നഷ്ടങ്ങൾ നേരിടുമ്പോ അത് നികത്താൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ ഈ നഷ്ടം എങ്ങനെയാ നികത്താൻ പറ്റുക? എടി, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം എനിക്ക് ഭ്രാന്ത് പിടിക്കായിരുന്നു. ഇന്നലെ വരെ താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യ ജന്മമുണ്ട് ഇവിടെ. ഇന്നല്ല, ഇനി ഒരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഒരാള്. അയാൾക്കൊരു അല്പമെങ്കിലും ആശ്വാസം പകരാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഇവിടെ. അത് അരവിന്ദ്. ചെല്ല്,
ചെന്ന് ശിവരാമൻ അങ്കിളിനെ നീ ആശ്വസിപ്പിക്ക. മനസ്സിന്റെ കനലൊന്ന് അടങ്ങട്ടെ. ആനന്ദുണ്ടായിരുന്നെങ്കിൽ നിന്നോട് എനിക്കിത് പറയേണ്ടി വരില്ലായിരുന്നു. അമ്മയുടെ മരണത്തിലുപരി അച്ഛന്റെയും അനിയന്റെയും ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് ഉറങ്ങാതെ നീറി പുകയുന്നുണ്ടാവും ആനന്ദിന്റെ ഉള്ളു. ചെല്ല. കൃഷ്ണേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ വിട്ട് നീ എവിടേക്കാ പോയത്? പറയൂ അഖില. കൃഷ്ണേട്ടാ, എനിക്ക് കൃഷ്ണേട്ടനെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ കഴിയൂ? അങ്ങനെ കൃഷ്ണേട്ടൻ കരുതുന്നുണ്ടോ? ഇല്ല അഖില, എന്റെ ഹൃദയസ്പന്ദനമാണ് നീ. നീ ഇല്ലെങ്കിൽ എന്റെ ഹൃദയത്താളം അപ്പം നിൽക്കും, ഞാനില്ലാതാകും. അങ്ങനത്തെ വാക്കുകളൊന്നും പറയില്ലേ കൃഷ്ണേട്ടാ. നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അനശ്വരനായ ദൈവമാ. അഖില, എന്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ അത് കൃഷ്ണേട്ടൻ അറിയുന്നത് പോലെ, കൃഷ്ണേട്ടന്റെ ഇടനെഞ്ചിലെ താളക്രമം ഒന്ന് തെറ്റിയാൽ അതപ്പോ ഈ അഖില അറിയും. അതാണ് ഞാനും കൃഷ്ണേട്ടനും തമ്മിലുള്ള ഹൃദയബന്ധം. ഞാൻ നിന്നെ കാത്തിരുന്ന് മടുത്തില്ലേ അഖില? അതുകൊണ്ട് പറഞ്ഞു പോയതാ. എനിക്കറിയാം കൃഷ്ണേട്ടാ, ഞാൻ ഇനി എന്റെ കൃഷ്ണേട്ടനോട് പറയാതെ ഒരിടത്തും പോവില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ക്ഷമിക്കണം. എന്താ അഖില ഇത്? നീ എന്നോട് മാപ്പ് പറയുകയോ? നീ എപ്പോഴും എന്റെ അടുത്തുണ്ടാകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോട്ടെ, നീ വന്നല്ല. നീ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് സമയവും സൗകര്യമില്ല. അത് പോരാ. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. എന്നെ ഒഴിവാക്കിയപ്പോഴും എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ മേഡത്തിന്റെ മുഖം അവസാനമായി കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞതാ. ആരാലും മായ്ക്കാൻ പറ്റാത്തൊരു ചിത്രം. ആ ചിത്രത്തിന് മങ്ങലേറ്റെങ്കിൽ അതിന്റെ ഉത്തരം തരേണ്ടത് വല്യുഞ്ഞ. കൈയെടുക്കടി. എനിക്ക് ബലിയിടാനുള്ളതാ. നിന്റെ സ്പർശനം ബലിതർപ്പണത്തിന് വിഘാതമാവും. മനസ്സിലായില്ലേ? നീ തൊട്ടാ ഞാൻ ബലിയിടുമ്പോ എന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. അത്രയ്ക്ക് ശാപിക്കപ്പെട്ടവളാ നീ, ശപിക്കപ്പെട്ടവൾ. എനിക്കെന്നും വലുത് എന്റെ അമ്മ തന്നെയായിരുന്നു. പ്രണയം എന്ന ഒറ്റ വികാരം എന്നെ പലതും മറക്കാൻ പ്രേരിപ്പിച്ചു. അതിന്റെ ഫലം ഒരു ബലിതർപ്പണത്തിലൂടെ തീർക്കേണ്ടി വരുന്ന ജന്മമായി പോയി. നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ എന്നെ സ്വയം ശപിക്കുക. പക്ഷെ ഇപ്പോ നിന്റെ ഈ മുഖം കണ്ടിട്ട് പോയാ കൈ കൊട്ടി വിളിച്ചാലും പാറിയകലും ബലിക്കാക്കകൾ. എല്ലാവരും കൂടെ എന്നെ ഒരു ഭ്രാന്തനാക്കരുത്. മരണം മരണം മരണം. ബലിതർപ്പണം, ഉദകക്രിയ, പട്ടടക്കത്തിക്കൽ, ആളുകൾ വരുന്നു, നിശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖം അറിയിക്കുന്നു, സഹതപിക്കുന്നു. ഇവിടെ അതിന്റെ ആഗ്രഹം മരിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അച്ഛാ, മക്കൾ, അമ്മയെ കൊല്ലാൻ നടക്കുന്ന മക്കളും മരുമക്കളും. എന്റെ അകലെ തൊട്ട് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. പറയാതെ പോയല്ലോ. ആര്? എടാ
എടാ നീ വിളിച്ചിട്ട് അവളെ ഫോണിൽ കിട്ടിയോ? അവൾ എവിടെയായിരുന്നെന്ന് പറഞ്ഞേ? പറയണ്ട പറയണ്ട പറയണ്ട. അമ്മയും മോനും കൂടെ സർപ്രൈസ് തരാനിരിക്കുകയായിരിക്കും അല്ലേ? പണ്ടും ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതല്ലേ? എടാ അവള് വേഗം വരും. എന്നെ വിട്ടിട്ട് അവൾക്ക് എങ്ങും പോകാനൊക്കില്ല. അവളില്ലെങ്കിൽ ഞാനില്ലെന്ന് അവൾക്കറിയാം. അവളില്ലാത്ത ലോകത്ത് ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അവൾ തിരിച്ചു വരും. ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിഷമിക്കുന്ന അവൾക്കറിയാം. എന്റെ അഖിലയ്ക്കറിയാം. അവൾ വരും വരും. അഖില വേഗം വരും. ആരെങ്കിലും കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ അവർ മരിച്ചതായിട്ട് ഉടനെ അങ്ങ് വിളംബരം ചെയ്യും. എന്തൊരാൾക്കാരാണ് ഇതൊക്കെ. വിലാസിനി, വിലാസിനി, എന്തോ ഞാൻ തിരിച്ചു വരുമ്പോ ഇതൊന്നും ഇവിടെ കണ്ടേക്കരുത് പറഞ്ഞേക്കാം. വരും 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 വരും. അമ്മയുടെ ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ നിന്റെ ചോദ്യത്തിലൊരു പരിഹാസം? പരിഹാസമൊന്നുമില്ല വല്യൂഞ്ഞെ. ഇനിയെങ്കിലും എന്നെയൊന്ന് കേൾക്കാനുള്ള സമയമുണ്ടോന്നറിയാനാ. സമയമുണ്ടാവണം. ഒന്ന് നിൽക്ക്. ഇനി എന്താ നിനക്ക് വേണ്ടത്? എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഓ, നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് തെളിയിക്കാനാണെങ്കിൽ നീ ചൂണ്ടിക്കാണിച്ച പ്രതി ഇപ്പൊ ഇല്ലല്ലോ. പ്രതിക്ക് വധശിക്ഷ കിട്ടിയില്ലേ? അത് ഞാൻ മാത്രം ചൂണ്ടിക്കാണിച്ച പ്രതിയല്ലല്ലോ. എന്തായാലും ശരി, ആ പ്രതി മരിച്ചുപോയി. എന്റെ അച്ഛനെ കൊന്നത് വല്യുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നത് വല്യുഞ്ഞിന്റെ അച്ഛനാ, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അല്ലെന്ന് പറയാമോ? എന്റെ വല്യുഞ്ഞ് പറഞ്ഞ ഞാനത് വിശ്വസിക്കാം. എന്താ മറുപടി ഇല്ലാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആരാ ഇപ്പൊ പ്രതികാരം ചെയ്തത്? ഡ്രൈവർ ദാസിന്റെ മകളും കല്യാണിയോ അതോ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനോ? എനിക്ക് മറുപടി കിട്ടണം. അപ്പോ എല്ലാരും കൂടി എന്നെ
വല്യൊന്നും കൂടി ഉൾപ്പെടെയാണോ ആ കൃത്യം നിർവഹിച്ചത്? കല്യാണി, ആ ഡോക്ടർ അഖില മേഡത്തിന് ഏൽപ്പിച്ച ഗുളിക എന്നെ കഴിപ്പിച്ചത് ശിവരാമകൃഷ്ണ സാറല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് വലിയ കുഞ്ഞത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാ എന്നോട് ഇത് പറയാതിരുന്നത്? എന്തിനാ എന്നോട് മറിച്ചു വെച്ചത്? അപ്പോ വലിയ കുഞ്ഞും കൂടി അറിഞ്ഞ എനിക്ക് അബോർഷൻ ഗുളിക തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ സംശയിച്ചൂടെ? അപ്പോ പ്രതികാരം എന്നോടാണ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും ചേർന്ന്. എനിക്കാരോടും ഒരു പ്രതികാരമില്ല. സത്യം അറിയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ എല്ലാവരും ചതിച്ചു. എന്നെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നു കളഞ്ഞത്? ഞാൻ എവിടെയെങ്കിലും പോയി കൂലിവേല ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ പൊന്നു പോലെ വളർത്തി ജീവിച്ചേനെ. എന്തിനാ വല്ലുഞ്ഞ നിങ്ങളെ മഹാപാപം ചെയ്തത്? ഈ പാവയുടെ വയറ്റിൽ പറന്നു പോയതാണോ എന്റെ കുഞ്ഞു ചെയ്തത്? അമ്മയ്ക്ക് ബലിയൂട്ടിട്ട് വന്നതല്ലേ? ഈ ഭൂമിയിൽ ജനിക്കാതെ പോയ എന്റെ കുഞ്ഞിന് വിളിച്ചോറിട്ട് വെക്കേണ്ട ഗതികേട് എനിക്കിപ്പോ വന്നിരിക്കുന്നത്. എന്താ ഒരു ബലിത്തറ ആ കുഞ്ഞിന് വേണ്ടി വല്ലോ എനിക്ക് ഒരുക്കി തരാമോ? അതിന് ഉത്തരവില്ലല്ലേ? അരവിന്ദ്, എന്റെ അഭിപ്രായത്തിൽ ഇനി വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് അങ്കിളിനെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലത്. വേറൊന്നും ഉണ്ടാവില്ല അരവിന്ദ്. ശരീരത്തിലെ സോഡിയവും പൊട്ടാസ്യവും കുറയുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കും. ഒരുപാട് രോഗത്തിന് മെഡിസിൻ കഴിക്കുന്ന ആളച്ഛൻ. അമ്മയുടെ മരണത്തിൽ നിന്നുണ്ടായ ഷോക്കല്ലേ, അത് മാറും. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കലേ നിവൃത്തിയുള്ളൂ. അമ്മയില്ലാത്തൊരു ലോകം അച്ഛനില്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. അതെനിക്കറിയാം അരവിന്ദ്. വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ് അവര് തമ്മിലുള്ള ഹൃദയബന്ധം. പക്ഷെ മനസ്സെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാ. അങ്കിളുടെ മനസ്സിലൂടെ ഇപ്പൊ എന്തൊക്കെ ചിന്തകളാ കടന്നു പോകുന്നെന്ന് തന്നെ അറിയില്ല. ആഹാരമെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടാവുമായിരുന്നു.